നമ്മൾ ഹൈടെക് കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ച നടത്തുന്ന ഒരു കള്ളനെ കുറിച്ചുള്ള വാർത്തയാണിനി. കാസർഗോഡ് ആണ് ഈ പ്രതി പിടിയിലായത്. കോഴിക്കോട് സ്വദേശി സനീഷ് ജോർജ് എന്ന സനലാണ് അങ്കമാലിയിൽ നിന്നും കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 15-ലേറെ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ സനൽ. കാസർഗോഡ് കോടതികളിൽ സൂക്ഷിക്കുന്ന തൊണ്ടി മുതലാണ് പ്രതി കൂടുതലായും ഉന്നം വെക്കുന്നത്. അപ്പോൾ ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ ഗൂഗിൾ മാപ്പ് നോക്കും. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കോടതി, പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അവിടെ പോയി മോഷണം നടത്തുകയാണ് ഇയാളുടെ ഒരു പ്രകൃതം. ഇതിനു മുമ്പും കാസർഗോഡ് കോടതിയിൽ വരാൻ ഇയാളുടെ ശ്രമം നടത്തി. അന്ന് പോലീസ് ജീപ്പ് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വേർഷൻ അനുസരിച്ച് ഒരു കോടതിയിൽ കയറിയപ്പോൾ തൊണ്ടി മുതൽ റൂമിൽ നിന്നും 4 പവനോളം സ്വർണ്ണമയക്ക് കിട്ടി. അങ്ങനെയാണ് കോടതിയിൽ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷണ വസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകുക. അങ്ങനെയാണ് ഈ കോടതിയിലേക്ക് കയറാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു ദിവസം തന്നെ 3 മോഷണങ്ങൾ നടന്നു. അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ SHO പിന്നെ കുറേയധികം പോലീസ് ഓഫീസറിനെ ചേർത്തൊരു ടീമുണ്ടാക്കി. ആ ടീം ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഒരു CCTV വിഷ്വൽസ് കിട്ടി. അതിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ ഇന്നലെ ഈ കേസിലെ പ്രതി, അതായത് സനീഷ് ജോർജ് അല്ല സനിൽ എന്നറിയപ്പെടും, അയാളെ ഇന്നലെ അങ്കമാലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ടൗണിൽ നടന്ന ഈ 3 മോഷണ കേസുകളും അയാൾ തന്നെയാണ് ചെയ്തത്. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് 12ഓളം കേസുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. മൊത്തം 15 കേസുകൾ അയാൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഈ തീക്കട്ടയ്ക്ക് ഉറുമ്പരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ് കോടതികളിൽ നിന്നും മോഷണം നടത്തുന്ന, അതും ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ചാ പരമ്പര നടത്തുന്ന ഒരു കള്ളൻ. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോമെ, സിനിമാ കഥകളെ വെല്ലുന്ന ഒരു ജീവിതമാണ് ഈ പ്രതിയുടേത്. 18-ാം വയസ്സിലാണ് ഇയാൾ ഇത്തരത്തിൽ മോഷണം ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു ഇയാളുടെ ഈ മോഷണ പരമ്പരയൊക്കെ നടന്നത്. അതായത് ഈ കവർച്ച നടത്തേണ്ട സ്ഥലം, സ്ഥാപനം, ഇതൊക്കെ ഇയാൾ ഗൂഗിൾ മാപ്പിൽ തിരയും. അതിനുശേഷം അവിടെ കവർച്ച നടത്തും. പ്രധാനമായും ഇയാൾ കോടതി കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ, അതായത് വയനാട്, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെല്ലാം ഇയാൾ ഈ കോടതിയിൽ ഇത്തരത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ജില്ലാ പോലീസ് മേധാവി തന്നെ സൂചിപ്പിച്ച കാര്യം, ഇയാൾ ഒരു കോടതിയിൽ കയറിയപ്പോൾ ഇയാൾക്ക് 4.5 പവനോളം സ്വർണം അവിടെ നിന്ന് തൊണ്ടി മുതലായി സൂക്ഷിച്ച സ്വർണം അയാൾക്ക് ലഭിക്കുന്നു. പിന്നീടാണ് ഈ കോടതി കേന്ദ്രീകരിച്ചുള്ള ഈ കവർച്ച ഇയാൾ പതിവാക്കിയത്. ഏതായാലും ഇയാള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18-ാം വയസ്സിലാണ് ഇയാൾ അടക്ക മോഷ്ടിച്ച് ഈ കവർച്ച ഇതൊരു തുടക്കം കുറിക്കുന്നത്. പിന്നീട് വീട്ടിൽ പിതാവുമായി തർക്കം ഉണ്ടാവുകയും അവിടെ നിന്നും വീട് വിട്ടിറങ്ങി കടപ്പരാന്തിയിലൊക്കെ അന്തിയിറങ്ങി ചെറിയ മോഷണം നടത്തി വരവേ ഇയാൾ പലപ്പോഴും പിടിയിലാകുകയും ഈ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ജയിലിൽ നിന്നും ഇയാൾ കുറെ സൗഹൃദങ്ങൾ, ഇത്തരത്തിൽ മോഷ്ടാക്കളുമായി കുറെ സൗഹൃദം പങ്കുവെച്ച് അവരുമായും ഈ ഇത്തരത്തിലുള്ള കവർച്ച നടത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. ഏറ്റവും ഒടുവിലായി ഈ കേസുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് പോലീസ് പറയുന്നത്. വിദേശത്ത് പോയപ്പോൾ 6 മാസത്തിനകം തന്നെ അവിടെ കമ്പനി പൂട്ടുന്ന ഒരു സാഹചര്യവും പിന്നീട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഇടയാകുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇതിൽ സ്ഥിരമായി ഈ കവർച്ച എന്ന ഒരു രീതിയിലേക്ക് പോയത്. ഏതായാലും ഏറ്റവും അവസാനമായി നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ കവർച്ച നടത്തുന്ന സംഭവം, അതിനെ പ്രതിയെ പിടികൂടാനാവാത്ത സംഭവം. ആ ഒരു വാർത്ത തന്നെയാണ് പ്രതിയെ പെട്ടെന്ന് പിടികൂടാൻ പോലീസിനെ പ്രേരിപ്പിച്ചതും. ഈ പ്രതിയുടെ CCTV ദൃശ്യം കൃത്യമായി മനസ്സിലാക്കി പ്രത്യേക സ്ക്വാഡാക്കി രൂപീകരിച്ച് ഇത്തരത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഈ CCTV ദൃശ്യമാണ് നിർണായക തെളിവായത്. ഈ പ്രതിയുടെ CCTV ദൃശ്യം കൃത്യമായി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ പല കോടതികളിലും കവർച്ച നടത്തിയത് ഇയാളാണെന്ന് കണ്ടെത്തുകയും മാത്രമല്ല 15 കേസുകളാണ് നിലവിൽ ഇയാൾക്കുള്ളത്. അതിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഏറ്റവും 3 കവർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ഇയാൾ തന്നെ നടത്തിയത്. ഇതിൽ ഒരു മരവില്ലിൽ 3 ലക്ഷം രൂപയാണ് ഇയാൾ കവർച്ച നടത്തിയത്. പിന്നീട് മറ്റൊരു സ്ഥലത്തും കവർച്ച നടത്തി. 1 മാസം മുമ്പ് ഹോസ്ദുർഗ് കോടതിയിലും ഇയാൾ ഒരു കവർച്ചാ ശ്രമം നടന്നിരുന്നു. പക്ഷേ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ഇയാൾ അവിടെ
നടന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായുണ്ട്. ഇത്തരത്തിൽ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, സ്കൂളുകൾ, ഇത്തരം സ്ഥലങ്ങളാണ് ഇയാൾ പ്രധാനമായും ഇയാൾ കവർച്ച നടത്താൻ തെരഞ്ഞെടുക്കുക. കാരണം രാത്രി ഇത്തരത്തിൽ ആരുമില്ലാത്ത ഒരു സ്ഥലങ്ങൾ, അവിടെ കവർച്ച നടത്തും. അത്തരത്തിൽ കിട്ടുന്ന പണം കൊണ്ട് ഇയാൾ സിനിമ കാണുക, അത്തരത്തിൽ ഹോബി, അതാണ് ഇയാളുടെ പ്രധാന ഹോബി എന്നാണ് പോലീസ് പറഞ്ഞത്. സിനിമ കാണും, അതുപോലെ തന്നെ കടത്തിണ്ണയിലൊക്കെ കിടന്ന് ആ രീതിയിൽ ജീവിക്കുക. ഇപ്പോൾ ഏറ്റവും അടുത്തായാണ് ഈ തൊട്ടിൽ പാലത്ത് ഒരു വാടക വീട്ടിൽ ഇയാൾ താമസം ആരംഭിച്ചത്. അവിടെ നിന്നാണ് ഇയാൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി മലബാർ കേന്ദ്രീകരിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തിയത്. ഈ പ്രതി കൂടുതൽ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് കാസർഗോഡ് ജില്ലയിലെ കവർച്ചാ പരമ്പരകളെ കുറിച്ച്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്ന ജില്ലകളിൽ ഒന്നുകൂടിയാണ് കാസർഗോഡ്. പക്ഷേ പല കേസുകളിലും പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതില്ല. എന്തായാലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ച നടത്തുന്ന ഈ സനീഷ് ജോർജിനെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. മറ്റ് കവർച്ചാ കേസുകളിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ബൈജു? തീർച്ചയായും ഇത് ഒരു തലവേദന തന്നെയായിരുന്നു പോലീസിന് ഈ സനീഷ് ജോർജ്. കാരണം ഇയാൾ വീണ്ടും ഒരു മോഷണം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപ്പള്ളിയിലാണ് വലിയൊരു കവർച്ച. 50 ലക്ഷം രൂപ ഇത്തരത്തിൽ ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം പട്ടാപ്പകൽ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. മാത്രമല്ല ആ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ കവർച്ച നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ 2 or 3 വീടുകളിൽ ഇത്തരത്തിൽ കവർച്ചാ ശ്രമവും ഉണ്ടായി. അത്തരത്തിൽ വലിയ തോതിൽ കവർച്ചക്കാർ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ വ്യാപകമായി വിലസുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ പ്രതികളെയൊന്നും ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കോടതിയിൽ ഇത്തരത്തിൽ ഈ പ്രതിയുടെ CCTV ദൃശ്യം കൃത്യമായി പോലീസിന് ലഭിച്ചിരുന്നു. അതും ആ പ്രതിയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. മറ്റ് കേസുകൾ, അതായത് മഞ്ചേശ്വരം ഈ അതിർത്തി പ്രദേശങ്ങളിൽ മംഗളൂരുവിൽ നിന്നൊക്കെ എത്തി അത്തരത്തിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ നിരവധി ഈ ഭാഗത്തുണ്ട്. അവരൊന്നും ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഈ കേസ് തെളിയിക്കാനായത്, ഈ കേസിലെ പ്രതിയെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ പ്രതിയെ പിടികൂടിയപ്പോൾ വാർത്താ സമ്മേളനവും മറ്റും വിളിച്ചു ചേർത്തത്. കാരണം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത് ഇത്തരത്തിൽ കവർച്ച കാസർഗോഡ് ജില്ലയിൽ പെരുകുന്നു എന്ന സംഭവം. മഴയാണ് പ്രധാനമായും മറയാക്കി ഇത്തരത്തിൽ കള്ളന്മാർ, മോഷ്ടാക്കൾ ഇത്തരത്തിൽ വ്യാപകമായി ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇതര ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മോഷ്ടാക്കളൊക്കെ ഇത്തരത്തിൽ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്നു. ഇവർ ഈ പ്രധാനമായും ഇവിടെ നിന്നും കവർച്ച നടത്തി കർണാടകയിലേക്ക് അടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലേക്കാണ് ഇവർ പോവുക. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം മോഷ്ടാക്കൾ ജയിലിൽ പിടിക്കപ്പെട്ടാൽ അവിടെ സൗഹൃദം സ്ഥാപിച്ച് അത്തരത്തിൽ വലിയ തോതിൽ മോഷണം പദ്ധതിയിടുന്ന ഇതുപോലെ ജയിലിൽ വെച്ചുള്ള കൂട്ടുകെട്ടാണ് പലരെയും വീണ്ടും തുടർച്ചയായി ഇത്തരം മോഷണ പരമ്പരകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ കാസർകോട്ടെയും ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ച നടത്തുന്ന കള്ളനെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വഖഫ്